വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ്. ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു. കൂടാതെ +1, +2, കൊമേഴ്സ്, ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ്. 5 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് CBSE വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് സിൻസ് 1960. ബസ് സ്റ്റാൻഡിന് സമീപം ചേലക്കര. ചേലക്കര ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ നിർവഹിച്ചു. ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് തകജം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷെലീൽ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു വിദ്യാലയം ഇത്രയും കൊല്ലമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കെ 2024 കഴിഞ്ഞ് 2025 എത്തുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഈ പറയുന്ന സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ കെട്ടിടത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇന്നലകളിൽ ഇവിടെ പ്രവർത്തിച്ച ആളുകൾ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, MLA, സർക്കാർ, ഇപ്പോഴുള്ള PTA എല്ലാവരുടെയും കൃത്യമായ ഇടപെടലിനെ തുടർന്ന് ഇന്ന് ആ കെട്ടിടം നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നൽകുന്ന എല്ലാ സംവിധാനങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അതിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ നമ്മൾ വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. നിന്നൊക്കെ മാറി നമ്മുടെ കുട്ടികളൊക്കെ എത്ര സന്തോഷവതികളാണല്ലേ. അവരൊക്കെ അവരുടെ കാര്യത്തിന് പ്രാപ്തരായിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നത് തന്നെ മുൻകാലത്തെ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പഠനം മാത്രമല്ല കുട്ടികൾക്ക് ഇന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അവർക്ക് എന്തിനൊക്കെയാണ് അവരുടെ അഭിരുചി, ആ അഭിരുചിക്ക് അനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വിദ്യാഭ്യാസ രീതി നടത്തുന്നത്. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള കാലാവസ്ഥയും ചുറ്റുപാടും നമ്മുടെ സ്കൂൾ എങ്ങനെ ആയിരിക്കണം, ആ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള വികസനവും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും അതനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയുമാണ് നമ്മുടെ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്നത് തന്നെ. സ്റ്റാഫ് സെക്രട്ടറി KR മഞ്ജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ശ്രീവിദ്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ജാനകി, ചേലക്കര ടൗൺ വാർഡ് മെമ്പർ T. ഗോപാലകൃഷ്ണൻ, ചേലക്കര SMT GHSS പ്രിൻസിപ്പൽ N. സുനിത, ചേലക്കര SMT GHSS പ്രധാന അധ്യാപകൻ സെബി പെല്ലിശ്ശേരി, പഴയന്നൂർ BRC ട്രെയിനർ V. ചാന്ദിനി, PWD കോൺട്രാക്ടർ AP നാരായണ പിഷാരടി, SMC ചെയർമാൻ N. സോമൻ, പ്രധാന അധ്യാപിക UK ലൈല, PTA പ്രസിഡന്റ് MK വിജയൻ, MPTA പ്രസിഡന്റ് C. അശ്വതി, സ്കൂൾ ലീഡർ P. അതുൽ കൃഷ്ണ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.